ആ തന്ന പെട്ടി നിനക്ക് ഓർമ്മ ഉണ്ട്? അത് കൊടുന്നു കൊടുക്കുക. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട വരാൻ. പണി പോകുന്ന കേസാണ്. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂട്ടോ, അത് തരും. ആ ശരി ശരി കേട്ടോ. ഓ ശരി മോൻ, ശരി. ഞാൻ ഇതിനെ വിട്ടുണ്ട. ഏതായാലും പോണതിന്റെ മുമ്പേ ഓരോട് 2 വർത്താനം പറഞ്ഞിട്ട് പോവാ. എന്റെ മാമ നിങ്ങൾ എവിടെ പോയിന്ന്? ആ താലിയിട്ട് കഴിഞ്ഞിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ കുട്ടികൾ തെരഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാ, അല്ലടാ മടക്കി. ഞാൻ ആ കുട്ടിയുടെ കല്യാണം കാണാൻ വേണ്ടി വന്നതാണ്. അത് ശരി. അപ്പൊ താലിയിട്ട് സമയത്ത് ഇവിടെ ഉണ്ടായില്ലേ? പുറത്തേക്ക് പോയാ? എങ്ങനെ കാണാൻ പറ്റണ? നിരന്ന് നിക്കല്ലേ കുറെ ചന്തികള്. ആരുടെ? ആ സ്റ്റേജിന്റെ മുകളിൽ വെറും ചന്തി അല്ലാണ്ട് വേറെ കല്യാണം കണ്ടതാ ഞങ്ങള്. ആ പിന്നിൽ ഇതാ ആ സ്റ്റേജ് നിൽക്കണ ഒരൊറ്റ ആളാ കല്യാണം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു കല്യാണം നടത്തല്? അല്ല, അതിപ്പോ ഈ ക്യാമറമാര് ഫോട്ടോ എടുക്കണതല്ലേ, അവരോട് മാറാൻ പറഞ്ഞുകൂടായിരുന്നില്ലേ? എന്താ സുഖത, ഞാൻ കൊടോണ്ട് ഇങ്ങനെ തിക്കി മാറ്റി. അപ്പൊ കാണുന്നത് ആ പൂജാരിന്റെ വലിയൊരു ചന്തി. മൊയ്തോ, ഇത്ര ഉണ്ടായിരുന്ന ആ കുട്ടീനെ എങ്ങനെ നോക്കി വളർത്തിയത് ഞാൻ. അവർക്കൊക്കെ ജോലിക്കാര് പോയാൽ മതി, അതിന്റെ ഭാരൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. എന്നാ അതിന്റെ കല്യാണം കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഈ കയ്യിനും കാലിനും വയ്യാത്ത ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അവരെ താലികെട്ട് കഴിഞ്ഞപ്പോ അമ്മാവനെ ഒന്ന് വിളിക്ക് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. സുഖത, ഈ ആ കുട്ടീനെ ചെക്കനെങ്കിൽ വിളിക്ക്, മൂപ്പരൊന്ന് അനുഗ്രഹിച്ചോട്ടെ. അതിനിപ്പോ പറ്റില്ലേ? പറ്റില്ലെന്ന്. ആ താലികെട്ട് കഴിഞ്ഞത് ആ ക്യാമറമാൻമാർ ആ കുട്ടികളെ കൊണ്ട് ആ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് പോയിരിക്കുക. എന്തിന്? ഫോട്ടോ എടുക്കാൻ, ഷൂട്ട് ചെയ്യണം. അപ്പൊ ഇത്ര നേരം എടുത്തത് ഫോട്ടോ അല്ലേ? അതല്ല, ഈ പാട്ടിനനുസരിച്ചിട്ടേ ഈ പുഴയുടെ തീരത്ത് എന്തോ ആൽബോ അങ്ങനെ എന്തൊക്കെയാ പിടിക്കണം. സത്യേട്ടാ, പത്ത കല്യാണം എന്ന് പറഞ്ഞാല് സിനിമയാണ്, അതാണ്. അത് മതി. അല്ല മാമ, നമുക്ക് ഊണ് കഴിച്ചിട്ട് പോയി. ഇനി ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ണ. ഞാൻ ചോറിനാൻ വേണ്ടി വന്നതല്ല അവിടേക്ക്. ഞാൻ ആ കുട്ടിയുടെ കല്യാണം ഒന്ന് കാണണമെന്ന് വിചാരിച്ചു വന്നതാ. ഒരു കാര്യം ചെയ്യ്, ആ കുട്ടിക്ക് വരുമ്പോ അതിനോട് പറയും ഞാൻ അങ്ങനെ കല്യാണത്തിന് വന്നിരുന്നു. പെട്ടി പൊട്ടിച്ച് സാധനമൊക്കെ ആരോ എടുത്തിട്ട് പോയി. അതെന്ത് ഇപ്പൊ തന്നെ ആരാ കഴിച്ചു നോക്കി? അതെ, നിങ്ങൾ തന്ന പെട്ടിയില്ലേ, അതാരോ പൊട്ടിച്ചു. എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? അതിന്റെ ഉള്ളിലത്തെ സാധനം ആരോ എടുത്തിട്ട് പോയി. അല്ല, അതിന്റെ ഉള്ളിലത്തെ സാധനം കാണാനില്ല എന്നാ പറഞ്ഞേ. എങ്ങനെ ഞാൻ കൊടുക്കല്? ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്വർണം വല്ലാണോ അതിനകത്ത്? 105 ഉറുപ്പിന്റെ സാധനം. 105 ഉറുപ്പിയുടെ സാധനം? എന്താ? 5 കുപ്പി ഗ്ലാസ്. ജ്വല്ലറി സ്ഥിരം കൊടുക്കുന്നത്. കുപ്പി ഗ്ലാസ് ആണെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മുടെ കല്യാണത്തിനെ ഒരിലക്ക് 200 ഉറുപ്പ്യ സദ്യക്ക്. അപ്പൊ ഏതായാലും വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോ. പരിപ്രദനുണ്ടോ? 4 തരം പായസമുണ്ട്. ഏത് ഭാഗത്താണ്? ഓഡിറ്റോറിയം അവിടെ. ഓരോ സാധനങ്ങൾ. മറിമായം.